ഹലോ ഓൾ, വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മുടെ കേട്ടിട്ട് പരീക്ഷ അവസാനിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് എല്ലാവർക്കും ഒരു തരത്തിൽ വരെ ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് അധികം ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് പരീക്ഷ പോയിട്ടുള്ളത്. ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ള കാര്യം ഇനി എന്താണ്? കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞു, ഇനി മുന്നോട്ട് ഇനി എന്തൊക്കെയാണ് വരാനുള്ളത്, എപ്പോഴാണ് ആൻസർ കീ വരുന്നത്, പരീക്ഷ ഭവൻ്റെ ആൻസർ കീ എപ്പോഴാണ് റിലീസാവുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അത് മാറിക്കിട്ടും. നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ട കാര്യം, കേട്ടിട്ട് പരീക്ഷയ്ക്ക് ശേഷം പിന്നെ വരുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് പ്രൊവിൻഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത്. കേട്ടിട്ട് പരീക്ഷയ്ക്ക് ശേഷം പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പ്രൊവിൻഷ്യൽ ആൻസർ കീ എപ്പോൾ വരും എന്നുള്ളത്. അപ്പോൾ പ്രൊവിൻഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ വരുന്നതാണ് എന്ത്? പ്രൊവിൻഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത്. അതായത് പരീക്ഷ ഭവൻ ഈ കേട്ടിട്ട് പരീക്ഷയിൽ നിന്ന് എന്തൊക്കെയാണ് ഉത്തരങ്ങൾ, ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന രീതിയിൽ ഒഫീഷ്യലായി ഇറക്കുന്ന ആൻസർ കീ. അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ നോക്കിയിരിക്കുന്ന ആൻസർ കീ വെച്ച് നമുക്ക് ഏകദേശം നമ്മൾ കേട്ടിട്ട് കിട്ടിയോ ഇല്ലയോ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും കൂടി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഒഫീഷ്യലായിട്ട് നമ്മുടെ പരീക്ഷ ഭവനിൽ നിന്ന് ഇറക്കുന്ന പ്രൊവിൻഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത്. ഈ പ്രൊവിൻഷ്യൽ ആൻസർ കീയോടൊപ്പം തന്നെ ഒരു ഫോമും കൂടി, ഒരു കംപ്ലയിന്റ് ഫോമും കൂടി നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ കംപ്ലയിന്റ് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊവിൻഷ്യൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അതിൽ ചില ഉത്തരങ്ങൾ പരീക്ഷ ഭവൻ ചെന്ന ഉത്തരമായിരിക്കില്ല ശരി. നമുക്കതിന് തെളിവ് സഹിതം നമുക്കത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ആ തെളിവ് സഹിതം ആ ഒരു ചോദ്യവും അതിൻ്റെ തെളിവും അനുസരിച്ച് നമുക്ക് പോസ്റ്റിൽ അയക്കാൻ വേണ്ടി അതിന് വേണ്ടി വെക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ കംപ്ലയിന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവിൻഷ്യൽ ആൻസർ കീ എപ്പോഴാണോ വരുന്നത് അതിനോടൊപ്പം തന്നെ, ആ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ നമുക്ക് എന്ത് കാണപ്പെടുന്നുണ്ടാവും? ഈ കംപ്ലയിന്റ് ഫോമിന്റെ പ്രത്യേക ബാർ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ബാർ ഉപയോഗിച്ച് ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ചോദ്യത്തിലെ ഉത്തരമാണോ നിങ്ങൾക്ക് തൃപ്തി വരാത്തത്, ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ സഹിതം ആ കംപ്ലയിന്റ് ഫോമും വെച്ച് നമ്മൾ പരീക്ഷ ഭവന് പോസ്റ്റ് അയക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പരീക്ഷ ഭവന് പോസ്റ്റ് അയക്കുമ്പോൾ പരീക്ഷ ഭവൻ അത് എന്ത് ചെയ്യുന്നു? അത് വാല്യൂ ചെയ്തിട്ട് വളരെ കൃത്യമായ, അത് വളരെ കൃത്യത്തിലുള്ള ഉത്തരമാണോ, നമ്മൾ കൊടുത്ത കാര്യം വളരെ ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം പരീക്ഷ ഭവൻ പിന്നീട് ഇറക്കുന്ന ആൻസർ കീ ആണ് റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത്. ആ റെക്ടിഫൈഡ് ആൻസർ കീ വളരെ ഫൈനൽ ആയിരിക്കും. കാരണം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും വാല്യൂ ചെയ്ത ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്? റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത്. ഉറപ്പായും പ്രൊവിൻഷ്യൽ ആൻസർ കീക്ക് ശേഷം ഒരു 5-10 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത്. നമുക്ക് ഓൾറെഡി നമ്മുടെ കേട്ടിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സൈറ്റിൽ വളരെ കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ട് പരീക്ഷയ്ക്ക് ശേഷം അപ്പോൾ തന്നെ എന്ത് വരില്ല? റിസൾട്ട് വരില്ല. അതിന് 60 ദിവസത്തിന്റെ കാലതാമസം ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ശേഷം ഈ പ്രൊവിൻഷ്യൽ ആൻസർ കീ വരുന്നതും റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നതും എല്ലാം ഈ 60 ദിവസത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒരുവിധം 60 ദിവസമാണ് മാക്സിമം നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അതിൽ നീണ്ടുപോവാം, ചിലപ്പോൾ അതിന് മുൻപേയും വരാം. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ തന്നെ ഉറപ്പായി നമുക്ക് എന്ത് വരും? കേട്ടിട്ടിന് റിസൾട്ട് വരുന്നതാണ്. ആ റിസൾട്ട് വരുന്നതിന് മുൻപേ ഉള്ളതാണ് എന്ത്? ഒന്നാമത്തത് ഞാൻ പറഞ്ഞു പ്രൊവിൻഷ്യൽ ആൻസർ കീ ആയിരുന്നു. അത് നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ്, നമ്മൾ കംപ്ലയിന്റ് ഫോം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് വാല്യൂ ചെയ്ത ശേഷം പിന്നെ വരുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ ആണ് എന്ത്? റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ട് കിട്ടിയോ ഇല്ലേ എന്ന രീതിയിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീക്ക് ശേഷം നമുക്ക് കേട്ടിട്ട് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ, നമ്മുടെ കാറ്റഗറി വൈസ് നമുക്ക് മാർക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ കാറ്റഗറി വൈസ് വരുന്ന സമയത്ത് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. 90 മാർക്കിനുള്ളിലാണ് നമുക്ക് ജനറൽ കാറ്റഗറി നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന മാർക്കായിട്ട് വരുന്നത്. അതേസമയം OBC, SC ST ഇവർക്കൊക്കെ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 82 മാർക്കാണ്. 82 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ 2 മാർക്കിനടുത്താൽ നിങ്ങൾക്ക് പ്രൊവിൻഷ്യൽ ആൻസർ കീ അഥവാ റെക്ടിഫൈഡ് ആൻസർ കീയിലൂടെ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി എന്നതാണ് വളരെ കൃത്യമായി നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 90 മാർക്കും 82 മാർക്കും എന്നത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓർത്തു വെക്കുക. റെക്ടിഫൈഡ് ആൻസർ കീക്ക് ശേഷമാണ് നമുക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നത്? വാല്യുവേഷൻ നടക്കുന്നത്. ഈ റെക്ടിഫൈഡ് ആൻസർ കീക്ക് ശേഷം പിന്നെയുള്ളതാണ് നമ്മുടെ വാല്യുവേഷൻ. ഈ വാല്യുവേഷൻ നമുക്ക് എന്തായാലും ഒരു 5-10 ദിവസത്തിനുള്ളിൽ അവർ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. കാരണം OMR ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ
ഒരു 10 ദിവസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, വാല്യുവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്യും. വാല്യുവേഷന് ശേഷം ഉറപ്പായും കേട്ടിട്ട് പരീക്ഷ നമുക്കിപ്പോൾ ഫെബ്രുവരിയിൽ അവസാനത്തിലാണ് നമുക്ക് കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് തുടക്കത്തിലൂടെ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തോടെ തന്നെ നമുക്ക് എന്ത് വരും, മെയ് തുടക്കം അല്ലെങ്കിൽ മെയ് 2ാം വീക്കാണ് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, റിസൾട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് റിസൾട്ട് വരെയുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊവിൻഷ്യലിൽ വന്ന ശേഷം ഒരു 5-10 ദിവസത്തിനുള്ളിൽ പ്രൊവിൻഷ്യൽ വരുന്നു. അതിനുശേഷം റെക്ടിഫൈഡ് നമ്മൾ എന്താണോ ചലഞ്ച് ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം തിരുത്തിയിട്ടുള്ള റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നു. അതിനുശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാല്യുവേഷന് ശേഷം ഉറപ്പായും ഒരു 60 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും, റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് ശേഷം 60ാമത്തെ ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിന്റെ ആ ഒരു വീക്കിലാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ആരൊക്കെ ക്വാളിഫൈ ആയി, ആർക്കൊക്കെ ഇനിയും പരിശ്രമിക്കണം എന്നുള്ളത്. അപ്പോൾ ക്വാളിഫൈഡ് ആയവർക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, DO സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ DO എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം സമർപ്പിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണോ, സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ, വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മുടെ DO നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ കോപ്പീസ് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നമ്മൾ വെരിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി നമ്മൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ പ്രധാനമായും നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഹോൾ ടിക്കറ്റ് നമ്മൾ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, DO വെരിഫിക്കേഷന് സമയത്ത് നമ്മൾ കൊണ്ടുപോകണം. ആ ഹോൾ ടിക്കറ്റിൽ നമ്മൾ കേട്ടിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് എന്നുള്ളത്. അതിലിപ്പോഴും സൈൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ ഒരു സ്കൂളിനെ കോൺടാക്ട് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യിപ്പിക്കാനുള്ള വഴി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്ററിന് സൈൻ അടക്കമുള്ള നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇത് കണ്ട ശേഷം ഉറപ്പായും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്സ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലേ എന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷന് ശേഷം വെരിഫിക്കേഷൻ സമയത്ത് ആ ഹോൾ ടിക്കറ്റ് നിർബന്ധമാണ്. നിങ്ങളുടെ SLCയുടെ കോപ്പിയും +2ൻ്റെ കോപ്പിയും, നിങ്ങൾ BEd ആണെങ്കിൽ BEd, ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമ, അതിനെല്ലാത്തിൻ്റെ ഒറിജിനൽസും സർട്ടിഫിക്കറ്റ്സും എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. എപ്പോഴാണ് നമുക്ക് റിസൾട്ടും വെരിഫിക്കേഷൻ വരുന്നതെന്ന കാര്യം നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ DO വെരിഫിക്കേഷന് ശേഷം പിന്നീട് അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടില്ല, സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ചിലവർക്ക് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വെരിഫിക്കേഷന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. അങ്ങനെയല്ല, ഈ വെരിഫിക്കേഷന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് കാലതാമസമുണ്ട്. ഈ വെരിഫൈ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കി അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്മുടെ DO ഓഫീസിൽ വരും. സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം വന്ന ഉടനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് എല്ലാം സോർട്ട് ചെയ്ത ശേഷം ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനുള്ള സമയമായി DO ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യൂ എന്ന് ന്യൂസ് പേപ്പറിൽ, നമുക്ക് പത്രത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ന്യൂസ് നമുക്ക് കാണാം. നമുക്ക് അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് ആ ഒരു കട്ടിങ്സ് കാണാം. ആ ഒരു പത്രത്തിലെ ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി DO ഓഫീസിൽ പോവേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കയ്യിൽ കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഏത് DO ഓഫീസിലാണ് പോവേണ്ടത്. അത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏത് എക്സാം സിറ്റിയിലാണോ നമ്മൾ എക്സാം എഴുതിയത്, നമ്മൾ നടക്കാവ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഭാഗത്താണോ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളത് അവിടെയുള്ള DO ഓഫീസിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മളിപ്പോൾ സ്ഥലം ഇവിടെയാണ്, നമ്മൾ എക്സാം എഴുതിയത് വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെയുള്ള DO ഓഫീസിലാണ് നമ്മൾ പോകേണ്ടത്. എവിടെയാണോ എക്സാം എഴുതിയത് അവിടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പോകേണ്ടത് എപ്പോഴാണ്, ഈ വെരിഫിക്കേഷന് ശേഷം നമുക്ക് പത്രത്തിൽ നമുക്ക് വാർത്ത വരും, സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേട്ടതിന് ശേഷം നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ടത്. പ്രൊവിൻഷ്യൽ ആൻസർ കീ വരുന്നത് എപ്പോഴാണ്, റെക്ടിഫൈഡ് ആൻസർ കീ അതിന് ശേഷമാണ്. നമുക്ക് കംപ്ലൈൻ്റ് ഒക്കെ ശേഷം വരുന്നതാണ് റെക്ടിഫൈഡ് ആൻസർ കീ. പ്രൊവിൻഷ്യൽ ആൻസർ കീ നിങ്ങൾക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ, ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് എന്ത് വരുന്നു, റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നു. റെക്ടിഫൈഡ് ആൻസർ കീക്ക് ശേഷമാണ് ഒരു 10 ദിവസത്തിനുള്ളിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് ഒരു 60 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്ത ശേഷം നിങ്ങൾ അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയുള്ള നെക്സ്റ്റ് മെസ്സേജ് വരുമ്പോൾ വെരിഫിക്കേഷൻ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാം നിങ്ങൾ കൊണ്ടുപോകണം. ഹോൾ ടിക്കറ്റ് വളരെ കൃത്യമായി നിങ്ങൾ എടുത്തു വെക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, സർട്ടിഫിക്കറ്റ്സ് വരുന്നത്. സർട്ടിഫിക്കറ്റ്സിനുള്ള മെസ്സേജ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പത്രത്തിൽ നിങ്ങളെ അറിയിക്കും. ആ പത്രത്തിലെ വാർത്ത വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ്സ് പോയി നിങ്ങൾ DO ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും
അധ്യാപകർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ സംശയങ്ങളുണ്ടാവും. കേട്ടിട്ട് എന്താണ്, കേട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ക്ലിയർ ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക്